ഹായ് മക്കളെ, നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമുക്കതിൻ്റെ ഉത്തരം കിട്ടുന്നില്ല. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു, നമുക്ക് കിട്ടുന്നില്ല, തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോകുന്നു. നമ്മൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കി, നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, നമ്മൾ പലപ്പോഴും പല കുട്ടികളും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ വർഷത്തെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ചെയ്തു വരുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോവുക എന്നുള്ളത്. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട മക്കളെ? അതിലെവിടെയാണ് നമുക്ക് ആ ഒരു തെറ്റ് പറ്റുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു തെറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യുക മക്കളെ? ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്, വീണ്ടും എന്ത് ചെയ്യുക? നമ്മൾ വീണ്ടും വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ തെറ്റുകൾ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിലാണ് നമുക്കത് ബുദ്ധിമുട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും വർക്കൗട്ട് ചെയ്ത് നമ്മൾ നോക്കുക. ഇനി നമുക്ക് കുറേ പ്രാവശ്യം ചെയ്തു കിട്ടുന്നില്ല, അപ്പോൾ നമുക്കൊരു സംശയമുണ്ട്, ഇത് എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? എക്സ്പേർട്സിൻ്റെ സഹായം തേടാം. ഓക്കെ, നമ്മൾ അധ്യാപകർ പോലുള്ള എക്സ്പേർട്സിൻ്റെ സഹായം തേടിയിട്ട് എവിടെയാണ് നമുക്ക് ആ തെറ്റ് പറ്റുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ചോദ്യം നമ്മൾ വീണ്ടും അപ്രോച്ച് ചെയ്യുക. അല്ലാതെ ഒരു തവണയോ രണ്ട് തവണയോ ചെയ്ത് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ അത് നമ്മൾ ഉടനെ അയ്യോ ഇനി ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇത്രയും പഠിച്ചു എന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരു ടോപ്പിക്കിനെയും ആ ഒരു സബ്ജക്റ്റിനെയും ഒക്കെ നമ്മൾ വെറുക്കാതിരിക്കാൻ നോക്കുക. ഞാൻ ഇത് പറയാനുള്ള കാര്യം, ഈ അടുത്ത് എൻ്റെ അടുത്ത് കുറച്ച് കുട്ടികൾ പറഞ്ഞൊരു കാര്യമാണ്. ചില ചാപ്റ്റേഴ്സ് നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമവും, കുറേ പഠിച്ച് എടുത്ത് ഒക്കെ നോക്കിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടാതെ വരുമ്പോൾ ഭയങ്കര ഒരു വിഷമവും ദേഷ്യവും ഒക്കെ തോന്നാറുണ്ട്. അത് നമുക്ക് ആ ഒരു ടോപ്പിക്കിനോട് തന്നെ ചിലപ്പോൾ ഒരു വെറുപ്പായിട്ട് കാര്യങ്ങളായിട്ടൊക്കെ മാറുന്നത് ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ കുട്ടികൾ അഭിപ്രായം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞത്. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, വളരെ നമ്മളെ +2 തന്നെ ഏറ്റവും ബുദ്ധിമുട്ടാർന്ന അല്ലെങ്കിൽ ഒത്തിരി പഠിക്കാനും ഒത്തിരി ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും ഒക്കെയുള്ളൊരു ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ എന്താണ് എഞ്ചിനീയറിംഗ് ഫീൽഡ് കാര്യങ്ങളിലേക്കൊക്കെ തിരികുകയാണെങ്കിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കോൺസെപ്റ്റാണ് ഇൻ്റഗ്രൽസ്. കാൽക്കുലസിൻ്റെ വളരെ അടിത്തറയാണ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് ആ ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നിങ്ങൾ അവിടെ വെച്ച് അത് നിർത്തി, അല്ലെങ്കിൽ ആ ഇൻ്റഗ്രേഷനെ തന്നെ മൊത്തത്തിൽ നിങ്ങൾ വെറുത്താൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലസിനെയും വെറുക്കും. അത് നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ടുള്ള അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിനും ബാക്കി കോൺസെപ്റ്റുകൾ പഠിക്കുന്നതിന് എല്ലാത്തിനും ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ടെല ക്ലാസ്സസ്. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ മുൻ ദിവസങ്ങളിൽ നമ്മൾ ഒരു സീരീസ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് സീരീസ് ആയിരുന്നു മക്കളെ? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് നമ്മളുടെ CBSE ബോർഡ് പരീക്ഷകൾക്കും NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലുണ്ടായിരുന്ന എൻട്രൻസ് പരീക്ഷകൾ JEE, KEAM, IMU CET, NDA മുതലായ മുൻ പരീക്ഷകൾക്ക് എൻട്രൻസ് പരീക്ഷകൾക്ക് ചോദിച്ചിരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഇതെല്ലാം കൂടെ ചേർന്നൊരു സീരീസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് PYQs എന്ന് പറയുന്നത്. കാരണം ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന ബോർഡ് പരീക്ഷകളിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള, അങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്ത വളരെയധികം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടെല ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം ഫിറോസ് സാർ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്താണ്? ഇൻ്റഗ്രൽസ് ആണ്. അപ്പോൾ ആദ്യ ചോദ്യം നോക്കാം. CBSE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, 2025 MCQ ക്വസ്റ്റ്യൻ ആണ്. കമ്പാരിറ്റീവ്ലി ഈസിയാണ്, ബട്ട് ശ്രദ്ധിച്ച് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ മോഡലിലുള്ളൊരു ചോദ്യമാണിത്. ഇഫ് ഇന്റഗ്രൽ 2^1/x/x² dx equal to k 2^1/x + c then k is equal to, ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്റഗ്രലിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ k എന്ത് വരും അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്തിൻ്റെ ഇൻ്റഗ്രലാണ് കണ്ടുപിടിക്കേണ്ടത്? ഇൻ്റഗ്രൽ 2^1/x/x² dx. ഇവിടെ നോക്കിക്കേടാ, ഇവിടെ 2x അല്ല, പകരം 1/x ആണ് കിടക്കുന്നത്. 1/xന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/xന്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേടാ, ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു സാധനം നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 2^1/x × 1/x² dx.
ഓക്കെ 1/x ഡെറിവേറ്റീവ് -1/x² dx ആണ്. സോ ഇവിടെ ഒരു നെഗറ്റീവ് കൊടുക്കാം, ഇവിടെ അപ്പോൾ ഒരു നെഗറ്റീവ് വരും. ഓക്കെ, ഒരു നെഗറ്റീവ് നമുക്ക് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ടൈംസ് നെഗറ്റീവ് അത് പോസിറ്റീവ് ആയിട്ട് മാറിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ കിട്ടി. അപ്പോൾ നമ്മൾ എന്താണ് u = 1/x എടുത്താൽ du നമുക്ക് എങ്ങനെ എഴുതാം? du എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? -1/x² ആണ്. ഇൻറ്റു എന്നും കൂടെ വരും dx. ഓക്കെ, അപ്പോൾ u ഇതാണെങ്കിൽ du എന്ന് പറയുന്നത് ഇത് കിട്ടും. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -2u അടുത്ത ഇത് ഇത്ര എന്താണ്? du ആണ്, du. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇന്റഗ്രൽ 2u du മോഡലിലാണ്, അഥവാ 2x dx മോഡലിലാണ് കിടക്കുന്നത്. നമുക്കറിയാം ഇന്റഗ്രൽ, മക്കളെ നമുക്ക് എന്തറിയാം? ഇന്റഗ്രൽ a⁻x dx. ഇന്റഗ്രൽ a⁻x dx എന്താ വരുന്നേ? ഇന്റഗ്രൽ a⁻x dx എന്ന് പറയുന്നത് a⁻x/log a. ഓക്കെ, നമുക്ക് a⁻x ഡെറിവേറ്റീവ് നമുക്കറിയാം a⁻x × log a ആണ്. സോ ഇന്റഗ്രൽ വരുമ്പോൾ a⁻x/log a. log a എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ അതാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിവിഷൻ വരുന്നത്. പ്ലസ് c ഇതാണ് നമുക്ക് വരുന്നത് നമുക്കറിയാം. അപ്പം അത് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താണെന്നേ ഉള്ളൂ? u ആണെന്നേ ഉള്ളൂ. സോ ഇതെങ്ങനെ വരും? -2u/log എന്ത് വരും മക്കളെ? ഇവിടെ 2 ആണ് ബേസ് എന്ന് പറയുന്നത്. സോ log 2 പ്ലസ് എന്ത് വരും? c വരും. അപ്പൊ ഇവിടെ നമുക്ക് 2 ഇനി നമുക്ക് യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നോക്കിക്കേ മക്കളെ, എങ്ങനെ വരും? -1/log 2. ഇത്രയാണ്. ഇവിടെ 2 ഉള്ള സാധനം സെപ്പറേറ്റ് ആണ് നിൽക്കുന്നത്. ടൈംസ് എന്തുണ്ട്? 2u എന്ന് പറഞ്ഞാൽ എന്താണ്? 1/x ആണ്. സോ 2 1/x പ്ലസ് c. ഇവിടെ കെയുടെ സ്ഥാനത്ത് എന്താ മക്കളെ കിടക്കുന്നത്? നോക്കിക്കേ, -1/log 2. കെയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? -1/log 2. ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കേ, ഏത് ഓപ്ഷനാ മക്കളെ കറക്റ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ചോദ്യം കാണാം.